ഹായ് ഗൈസ്, എല്ലാവർക്കും മണി ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സാലറിയുടെ ഒരു ഭാഗം എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്താണ് എമർജൻസി ഫണ്ട്, എന്താണ് അതിന്റെ ആവശ്യകത? പറയാം. നിങ്ങൾക്ക് എമർജൻസിയായി ഒരു ഫിനാൻഷ്യൽ നീഡ് വരികയാണെങ്കിൽ നിങ്ങളുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകളെ ബ്രേക്ക് ചെയ്യാതെ, നിങ്ങളുടെ സിറ്റുവേഷൻസ് കൂടുതൽ വേഴ്സ്റ്റ് ആക്കാതെ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ട് മാറ്റിവെക്കുന്നതാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുമ്പോൾ കഴിയുന്നതും നിങ്ങളുടെ 6 മാസത്തെ ചിലവിനുള്ള പണമെങ്കിലും അതിലേക്ക് മാറ്റുവാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ 1 മാസത്തെ ചിലവ് എന്നത് 20,000 രൂപ ആണെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് 1,20,000 രൂപയെങ്കിലും ആയിരിക്കണം. ഇനി എമർജൻസി ഫണ്ട് നമുക്ക് എവിടെ സൂക്ഷിക്കാം? ഒരു ഓപ്ഷൻ എന്നത് നമുക്ക് ഈ എമൗണ്ട് സെപ്പറേറ്റ് ഒരു സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കിത് ഷോർട്ട് ടൈം ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്കൊരു ലിക്വിഡ് ഫണ്ടിലേക്കോ അൾട്രാ ഷോർട്ട് ടൈം ഡെപ്റ്റ് ഫണ്ടിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണം, അതുപോലെ റിസ്ക് തീരെ കുറവായിരിക്കണം, നമുക്ക് ഹൈ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം, നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ സാധിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. താങ്ക്